പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത് വാട്സാപ്പിലെ പ്രൊഫൈലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നും അവ വഴി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുമാണ്. ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വാട്സാപ്പിലെ ഒരു പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു പ്രൊഫൈൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്നും ഒരു പ്രൊഫൈൽ സെലക്ട് ചെയ്തു. ഈ പ്രൊഫൈൽ നമ്മൾ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ വരുന്നത് നോക്കുക. ഏറ്റവും മുകളിലായി നിങ്ങൾ കാണുവാൻ സാധിക്കും. ഈ പ്രൊഫൈൽ നമുക്ക് ഏറ്റവും മുകളിലായി നിർത്തുന്നതിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് ഈ ഒരു പ്രൊഫൈലിൽ നിന്നാണെങ്കിൽ ഇത് നമുക്ക് പിൻ ചെയ്യുന്നുള്ള ഓപ്ഷനാണ് ഇവിടെ ആദ്യം കാണുന്നത്. ഇങ്ങനെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ പ്രൊഫൈൽ ഏറ്റവും മുകളിലായി എല്ലാ സമയത്തും നിൽക്കുന്നതും ഇതിൽ നിന്ന് വരുന്ന മെസ്സേജുകളെല്ലാം നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ തന്നെ എല്ലായ്പ്പോഴും കാണുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പിൻ ചെയ്യുന്നതാണ് ആദ്യത്തായി നമ്മൾ പരിശോധിച്ചത്. ഇതിനെ തന്നെ അൺപിൻ ചെയ്യുന്നതിനായി വീണ്ടും നമ്മൾ അതേ മെസ്സേജിൽ തന്നെ അമർത്തി പിടിച്ചുകൊണ്ട് ഇവിടെ അൺപിൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്കത് അൺപിൻ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ഇതുപോലെ വീണ്ടും നമ്മൾ ഈ പറയുന്ന പ്രൊഫൈൽ തന്നെ അമർത്തി പിടിക്കുന്നു. അമർത്തി പിടിച്ചതിന് ശേഷം തൊട്ടുപുറത്തായി ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഈ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രൊഫൈലിൽ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിലീറ്റ് ചെയ്യുന്ന കൂടെ ഇതിൽ തന്നിരിക്കുന്ന മീഡിയാസ് ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. ഇവ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയുവാൻ ഈ ഒരു രീതിയിൽ കൂടി സാധിക്കും. ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ വാട്സാപ്പിന്റെ ഇന്റർഫേസിൽ നിന്ന് മാത്രമേ പോകത്തുള്ളൂ. നിങ്ങളുടെ കോൺടാക്ട്സിൽ അപ്പോഴും ആ ഒരു പ്രൊഫൈൽ അവിടെ ഉണ്ടാവും. അടുത്ത് വീണ്ടും നമ്മൾ പരിശോധിക്കുന്നു. ഇതേ പ്രൊഫൈൽ തന്നെ അമർത്തി പിടിക്കുന്നു. തൊട്ട് മുകളിലായി കാണുന്ന ഈ ഒരു ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരാളിനൊരു ഫോൺ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന ഈ ഒരു കോൺടാക്ട്സ് അവർ കാണുവാൻ പാടില്ല. നിങ്ങളുടെ ഭാര്യയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറുടെയോ മറ്റോ ആണെങ്കിൽ അത് മറ്റുള്ളവർ കാണാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു പ്രൊഫൈൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അമർത്തി പിടിച്ചതിന് ശേഷം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഡൗൺലോഡ് എന്നുള്ള രീതിയിൽ കിടക്കുന്ന ഈ എംബ്ലത്തിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഫൈൽ അവിടെ നിന്നും അപ്രത്യക്ഷമാവുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ നിന്നും ആർക്കൈവ് ചെയ്ത് സൂക്ഷിക്കുന്നതിന് സാധിക്കുന്നതാണ്. അത് മറ്റുള്ളവർ കാണാൻ സാധിക്കാത്ത രീതിയിൽ ആർക്കൈവ് ചെയ്യാൻ സാധിക്കും. തുടർന്ന് നിങ്ങൾക്ക് ആ പ്രൊഫൈൽ വീണ്ടും വേണമെങ്കിൽ നിങ്ങൾ ഏറ്റവും താഴെയായി ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ വാട്സാപ്പ് ഇന്റർഫേസിന്റെ ഏറ്റവും താഴെയായി ആർക്കൈവ്ഡ് ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കുന്ന പ്രൊഫൈൽ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ കാണാൻ സാധിക്കുന്നതും ഇതിൽ നിന്ന് നിങ്ങൾക്ക് അവയെ അവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യുന്നതിന് മറ്റും സൗകര്യമുണ്ട്. കൂടാതെ അവയെ തിരിച്ച് നിങ്ങളുടെ പഴയ ഇന്റർഫേസിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അമർത്തി പിടിക്കുക. തുടർന്ന് നേരത്തെ നമ്മൾ താഴേക്ക് ഡൗൺലോഡ് എന്നുള്ള സാധനം ഇപ്പോൾ അപ്ലോഡ് എന്ന രീതിയിൽ നിൽക്കുന്നതും ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഫൈൽ വീണ്ടും നിങ്ങളുടെ ഇന്റർഫേസിലേക്ക് എത്തിച്ചേരുന്നതാണ്. നമ്മൾ ഈ പ്രൊഫൈൽ അമർത്തി പിടിച്ച് ഇതുപോലെ സെലക്ട് ചെയ്തതിനു ശേഷം തൊട്ടുമുകളിലായി മ്യൂട്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ മ്യൂട്ട് നിങ്ങൾ നൽകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺടാക്ട്സോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പോ നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്ത് സൂക്ഷിക്കുന്നതിനെ സാധിക്കും. കൂടാതെ ഈ ഷോ നോട്ടിഫിക്കേഷൻ എന്നുള്ള ടിക്ക് നിങ്ങൾ മാറ്റുകയാണെങ്കിൽ അവയിൽ നിന്നും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് വരാതെ 8 മണിക്കൂർ, ഒരാഴ്ച, ഒരു വർഷം എന്നിങ്ങനെ നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്ത് സൂക്ഷിക്കാം. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിരന്തരം ശല്യം ചെയ്യുന്ന രീതിയിൽ വരുന്ന ഏതെങ്കിലും കോൺടാക്ട്സിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മ്യൂട്ട് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. തുടർന്ന് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യുന്നതിനായി ഞാനിപ്പോൾ ഇവിടെ മ്യൂട്ട് ചെയ്ത് സൂക്ഷിക്കുന്നതിനായി ക്ലിക്ക് ചെയ്തു. ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്നതിനായി വീണ്ടും നമ്മൾ അതേ പ്രൊഫൈലിലോ ഗ്രൂപ്പിലോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് ആ സ്പീക്കർ എംബ്ലത്തിൽ വീണ്ടും ഒന്നുകൂടി പ്രസ് ചെയ്താൽ അത് അൺമ്യൂട്ട് ആവുന്നതുമാണ്. അപ്പോൾ അടുത്തിന് നമ്മൾ നോക്കുന്നത് നമ്മളിപ്പോൾ ഇതുപോലെ അൺമ്യൂട്ട് ചെയ്യുകയും മ്യൂട്ട് ചെയ്യുകയും ചെയ്തു. നിങ്ങൾ മ്യൂട്ട് ചെയ്തിരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും ആ ഒരു പ്രൊഫൈൽ പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. തുടർന്ന് വീണ്ടും നമ്മൾ ഇതുപോലെ ഇതേ പ്രൊഫൈൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള പ്രൊഫൈൽ നിങ്ങൾ ഇതുപോലെ വീണ്ടും പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ തൊട്ടുമുള്ള ഈ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ചധികം ഓപ്ഷൻസ് കാണുവാൻ സാധിക്കും. ഇതിൽ ഏറ്റവും ആദ്യത്തേത് ആഡ് ചാറ്റ് ഷോർട്ട് കട്ട്. അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ മെസ്സേജ് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വ്യക്തികളോ നിങ്ങളുടെ ഓഫീസോ ഏതെങ്കിലും ആണെങ്കിൽ അവയിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റായി നിങ്ങൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ ഇവയെ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ചെയ്ത് നിങ്ങളുടെ ഹോം സ്ക്രീനിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇതിനായി നമ്മൾ പ്രൊഫൈൽ അമർത്തി പിടിച്ച് തൊട്ട് മുകളിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ചാറ്റ് ഷോർട്ട് കട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കോൺടാക്റ്റ് നിങ്ങളുടെ ഏറ്റവും ഫ്രണ്ട് പേജിലായി വന്നു നിൽക്കുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക. അടുത്തായി നമ്മൾ നോക്കുന്നത് ഇതുപോലൊരു കോൺടാക്ട്സിൽ തന്നെ വീണ്ടും നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുന്നു. തുടർന്ന് നമ്മൾ 3 ഡോട്ട്സ് എന്നതിലേക്ക് പോയി ഇവിടെ നിന്നും നിങ്ങൾക്ക് മാർക്കാസ് അൺറീഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഈ മാർക്കാസ് അൺറീഡ് എന്ന് പറഞ്ഞാൽ മാർക്കാസ് അൺറീഡ് നമ്മൾ അമർത്തി പിടിച്ച് മാർക്കാസ് അൺറീഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഫൈലിൽ നിന്ന് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ഡോട്ട് ഇവിടെ വരുന്നതായി കാണുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഗ്രീൻ കളർ ഡോട്ട് ഇവിടെ വന്നു. അതായത് നിങ്ങൾ വായിച്ച് തീർന്ന് അല്ലെങ്കിൽ നിങ്ങൾ മുഴുവൻ വായിക്കാതെ മാറ്റിവെച്ചിരിക്കുന്ന ഒരു കോൺടാക്ട്സ് ആണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ അറിയുന്നതിനായി ഈ മാർക്കാസ് അൺറീഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി സാധിക്കുന്നതാണ്. ഇത്രയും നേരം നമ്മൾ നോക്കിയത് നമ്മുടെ ഒരു പ്രൊഫൈൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നാണ്. നമുക്കിനി ഒരു പ്രൊഫൈൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഈ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തു. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് ഏറ്റവും മുകളിലായി കാണുന്ന ഒരു കോൾ ചെയ്യുന്നതിനുള്ള ഫംഗ്ഷൻ കാണുന്നതിനാണ്. ഇതിൽ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഓഡിയോ കോൾ നിങ്ങൾക്ക് ഒരു ആളിനെ നിങ്ങൾക്ക് ആ കോൺടാക്ട്സിൽ നിന്നും ഓഡിയോ കോൾ ചെയ്യുവാൻ സാധിക്കും. അതുപോലെ തൊട്ടടുത്തായി കാണുന്ന വീഡിയോയുടെ എംബ്ലത്തിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ആളിനെ വീഡിയോ കോൾ ചെയ്യുന്നതിനുള്ള സംവിധാനവും ഇവിടെ ലഭിക്കുന്നതാണ്.
അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് രീതിയും നിങ്ങൾ പരിശോധിച്ച് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ കോളും ഓഡിയോ കോളും ഇവിടെ നിന്ന് ചെയ്യുവാൻ ഒരു കോൺടാക്ട്സ് ഓപ്പൺ ചെയ്ത് ഇതുപോലെ ചെയ്താൽ മതി. അടുത്ത് നമ്മൾ നോക്കുന്നത് തൊട്ടുപുറത്തായുള്ള 3 ഡോട്ട്സ് ആണ്. ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായി വരുന്നത് ആ കോൺടാക്ട്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ആൾറെഡി ഇപ്പോൾ ആ കോൺടാക്ട്സ് നമ്മൾ ഓപ്പൺ ചെയ്താൽ വ്യൂ കോൺടാക്ട്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ കോൺടാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണുന്നതിനായി സാധിക്കും. കൂടാതെ ഈ കോൺടാക്റ്റിലെ നോട്ടിഫിക്കേഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിന്നും മ്യൂട്ട് ചെയ്യുന്നതിനായുള്ള സംവിധാനവും നൽകിയിട്ടുണ്ട്. തൊട്ടു താഴെയായി കസ്റ്റം നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഇവരിൽ നിന്നും നിങ്ങൾക്ക് ഇവരുടെ യൂസ് കസ്റ്റം നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ടോണ്, അതിനകത്ത് വൈബ്രേഷൻ, പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ, ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും ചെയ്തു വയ്ക്കുന്നതിനെ സാധിക്കും. കൂടാതെ ഇവർക്ക് ഡിഫോൾട്ടായിട്ട് റിംഗ് ടോൺ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം, വൈബ്രേഷൻ ഓപ്പൺ ചെയ്യാം. ഇതുപോലെ പേഴ്സണലൈസ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. അടുത്തതായി വരുന്നത് നമ്മൾ തൊട്ട് താഴെ കാണുന്ന മീഡിയ വിസിബിലിറ്റി എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ താഴെ കാണുന്ന മീഡിയ വിസിബിലിറ്റി എന്ന് പറയുന്നത് ചില കോൺടാക്ട്സിൽ നിന്നും നമുക്ക് ധാരാളമായിട്ട് അനാവശ്യമായിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ എല്ലാം വരുവാൻ സാധ്യതയുണ്ട്. ഇത്തരം കോൺടാക്ട്സ് ഇതുപോലെ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവ നമ്മുടെ ഗാലറിയിൽ വരാതിരിക്കുന്നതിനായി നിങ്ങൾക്ക് ഷോ ന്യൂലി ഡൗൺലോഡ് മീഡിയ ഫ്രം ദിസ് ചാറ്റ് ഇൻ യുവർ ഫോൺസ് ഗാലറി എന്നുള്ള ഓപ്ഷനിൽ നിന്നും അത് നോ എന്നാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ എടുക്കുന്ന ഒരു കോൺടാക്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യുന്ന ഒന്നും തന്നെ നിങ്ങളുടെ ഗാലറിയിലേക്ക് വരാതെ സൂക്ഷിക്കുന്നതിനായി സാധിക്കും. നിങ്ങൾ നോ കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് വരാതെ സൂക്ഷിക്കാവുന്നതാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് തൊട്ട് താഴെയുള്ള സ്റ്റാർഡ് മെസ്സേജ് എന്നൊരു ഓപ്ഷനാണ്. ഈ സ്റ്റാർഡ് മെസ്സേജ് എന്ന ഓപ്ഷൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. നമുക്ക് ഈ കോൺടാക്ട്സിൽ നിന്നും വന്നിരിക്കുന്ന കാര്യങ്ങളെ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ ആ കോൺടാക്ട്സ് ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്നും സ്റ്റാർ എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർ ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. തുടർന്ന് നമ്മൾ പുറകിലേക്ക് വന്ന് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു കോൺടാക്ട്സിൽ മറ്റുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കുന്നതിനായി അതിന്റെ വലതുസൈഡിലുള്ള ആ 3 ഡോട്ട്സിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ കുറെ അധികം ഓപ്ഷൻസ് ഇവിടെ കാണുവാൻ സാധിക്കും. അതിൽ നിന്ന് വ്യൂ കോൺടാക്ട്സ് നമ്മൾ ഇപ്പോൾ നോക്കി. തൊട്ട് താഴെയായി നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ കോൺടാക്ട്സിൽ നിന്നും നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള മെസ്സേജുകളോ മറ്റോ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിനെ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കും. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിന് ഈ സാധനം വരുന്നതും അവരാ ഒരു പ്രത്യേക കോൺടാക്ട്സിനെ നോട്ട് ചെയ്യുന്നതും ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. തുടർന്ന് വീണ്ടും നമ്മൾ അതേ കോൺടാക്ട്സിൽ തന്നെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു. തൊട്ട് താഴെയായി ഈ കോൺടാക്ട്സിൽ നിന്ന് നിങ്ങൾക്ക് ഇനി ഒരു മെസ്സേജും വരണ്ട, അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള കോൺടാക്ട്സിൽ നിന്നുള്ള ഒരു മെസ്സേജിനും വരാതെ സൂക്ഷിക്കുന്നതിനായി നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യുന്നതിനും ഇവിടെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ബ്ലോക്ക് ചെയ്യാം. ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൺടാക്ട്സിൽ നിന്ന് നിങ്ങൾക്ക് ഒറ്റ മെസ്സേജുകളും വരുന്നതായിരിക്കില്ല. തുടർന്ന് നിങ്ങൾക്ക് അൺബ്ലോക്ക് ചെയ്യണമെങ്കിൽ സെയിം അതേ കോൺടാക്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്ന് അൺബ്ലോക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്ത കോൺടാക്ട്സ് അൺബ്ലോക്ക് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. വീണ്ടും നമ്മൾ അതേ 3 ഡോട്ട്സിൽ തന്നെ പോകുന്നു. അവിടെ നിന്ന് തൊട്ട് താഴെയുള്ള സെർച്ച് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ സെർച്ച് എന്ന് പറയുന്നത് ഒരു കോൺടാക്ട്സിൽ നിങ്ങൾക്ക് ധാരാളം മെസ്സേജുകളോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്യുന്നതിനായി നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ എടുക്കുന്നതിനായി ഇതുണ്ടെങ്കിൽ എന്റെ ഇതിലുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കിടക്കുന്ന കോൺടാക്ട്സിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള മാത്രം സെർച്ച് ചെയ്ത് എടുക്കുന്നതിനാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് സെർച്ച് ചെയ്തെടുക്കുന്ന ഓപ്ഷനാണ്. തൊട്ട് താഴെ വീണ്ടും നമ്മൾ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു. തൊട്ട് താഴെ നമ്മൾ നേരത്തെ പറഞ്ഞു മ്യൂട്ട് നോട്ടിഫിക്കേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ മ്യൂട്ട് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. അതുകൂടാതെ വാൾപേപ്പർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ വാൾപേപ്പർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാൾപേപ്പറുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഗാലറിയിൽ നിന്നോ അല്ലെങ്കിൽ സോളിഡ് കളർ എന്നുള്ള രീതിയിൽ നിന്നോ നിങ്ങൾക്ക് വാൾപേപ്പർ കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തുടർന്ന് ഇവിടെ സെറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ വാൾപേപ്പറിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ ഈ ഒരു ഓപ്ഷനിൽ കൂടി സാധിക്കും. തുടർന്ന് വീണ്ടും നമ്മൾ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഏറ്റവും താഴെ മോർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നതിന് സാധിക്കുന്നതാണ്. ഈ മോറിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ആ കോൺടാക്ട്സിൽ വരുന്നിരിക്കുന്ന മീഡിയയിലുള്ള ലിങ്ക് ഡോക്യുമെന്റ്സും എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്നും കാണുന്നതിനും അവ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യുന്നതിനും അവയെ മാറ്റി ഉപയോഗിക്കുന്നതിനും എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്നും സാധിക്കും. മോർ എന്നുള്ള ഓപ്ഷനിൽ 3 ഡോട്ട്സിൽ നിന്നും മോർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ വീണ്ടും പോകുന്നു. ഇവിടെ നമ്മൾ ക്ലിയർ ചാറ്റ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു കോൺടാക്ട്സിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന എല്ലാ കോൺടാക്ട്സുകളും എല്ലാ ഡിലീറ്റ് മീഡിയ ഇൻ ദിസ് ചാറ്റ് എന്നുള്ള രീതിയിൽ എല്ലാ മീഡിയയും നിങ്ങൾക്ക് ഡിലീറ്റ് കളയാൻ കഴിയും. അതല്ല നിങ്ങൾക്ക് ഇവയിൽ നിന്ന് മെസ്സേജ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ മീഡിയ എന്നുള്ള ഒഴിവാക്കി ക്ലിയർ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വന്നിരിക്കുന്ന മെസ്സേജ് എല്ലാം ക്ലിയർ ആയി ഡിലീറ്റ് ആയിരിക്കുന്നതായി നിങ്ങൾക്ക് കാണുന്നതിനായി സാധിക്കുന്നതായിരിക്കും. തുടർന്ന് നമ്മൾ വീണ്ടും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു. മോർ ക്ലിക്ക് ചെയ്യുന്നു. അതിന് തൊട്ട് താഴെ എക്സ്പോർട്ട് ചാറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ എക്സ്പോർട്ട് ചാറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്ട്സിൽ കിടക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നിന്നും എക്സ്പോർട്ട് ചെയ്ത് സൂക്ഷിക്കുന്നതിനാണ്. എനിക്കിപ്പോൾ വേണമെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയയിലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻസിലേക്കോ എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കോ എന്റെ ഡ്രൈവിലേക്കോ എനിക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിനായി ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്.
തുടർന്ന് നമ്മൾ വീണ്ടും 3 ഡോട്ട്സിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് മോർ എന്ന് സെലക്ട് ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞു ആഡ് ഷോർട്ട് കട്ട് എന്നുള്ളത് ഇവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഷോർട്ട് കട്ട് ആഡ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവയുമായി ബന്ധപ്പെട്ട് വരുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മൾ ഈ കോൺടാക്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവയുടെ ഏറ്റവും മുകളിലായി നമ്മൾ ക്ലിക്ക് ചെയ്ത് തുടർന്ന് നമുക്ക് ഇങ്ങനെ വരുന്ന നമ്മുടെ ഒരു കോൺടാക്റ്റിനെ അല്ലെങ്കിൽ പ്രൊഫൈലിനെ നിങ്ങൾക്ക് മറ്റൊരാൾ ഷെയർ ചെയ്യുന്നതിനായി ഇത് രീതിയിൽ ഓപ്പൺ ചെയ്ത് തുടർന്ന് 3 ഡോട്ട്സിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഷെയർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്കായി ഇതിനെ ഷെയർ ചെയ്ത് കൊടുക്കുവാനും സാധിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ആ ഒരു അക്കൗണ്ടിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഈ കോൺടാക്ട്സിനെ ഓപ്പൺ ചെയ്ത് ഈ രീതിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. തുടർന്ന് അതേ സ്ഥലത്ത് തന്നെ വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ആ ഒരു കോൺടാക്റ്റിനെ എഡിറ്റ് ചെയ്യുന്ന സംവിധാനവും ഇവിടെ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ ഒരു കോൺടാക്റ്റിന്റെ പേരും നമ്പരും ബാക്കിയെല്ലാം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അഡീഷണൽ നമ്പറിൽ കൂട്ടിച്ചേർക്കുന്നതിനും ഇവിടെ നിന്നും സാധിക്കുന്നതാണ്. അതുപോലെ അതേ കോൺടാക്ട്സിൽ വീണ്ടും നമ്മൾ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് വ്യൂ ഇൻ അഡ്രസ് ബുക്ക് എന്നതിലേക്ക് പോയാൽ നിങ്ങൾക്ക് അവയുടെ അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് ഫുള്ളായി അറിയുന്നതിന് ആ ഒരു അഡ്രസ് ബുക്കിലേക്ക് പോകുന്നതിനുള്ള സംവിധാനവും അവിടെ നൽകിയിട്ടുണ്ട്. തൊട്ട് താഴെയായി തന്നിരിക്കുന്ന ഓപ്ഷൻ 3 ഡോട്ട്സിൽ വ്യൂ സെക്യൂരിറ്റി കോഡ് എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായി സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ പോയി ഇവിടെ നിന്നും സ്കാൻ സെക്യൂരിറ്റി എന്നുള്ളതിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു കോഡ് നിങ്ങൾക്ക് എടുക്കാവുന്നതും ഈ ഒരു കോഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് അഡീഷണൽ സെക്യൂരിറ്റികൾ ഇവിടെ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാവുന്നതും ഇങ്ങനെ എനേബിൾ ചെയ്യുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മറ്റൊരാളായി ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും ഇതിനകത്ത് വരുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ നിങ്ങൾ വാട്സാപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഫൈലുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവാതെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റായി ചോദിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നമസ്കാരം സുഹൃത്തുക്കളെ.